പതിറ്റാണ്ടുകളായി LDF ഭരിക്കുന്ന വടകര നഗരസഭയുടെ വികസന മുരടിപ്പിൽ ജനം മടുത്തുവെന്നും അത് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നും UDF RMPI ജനകീയ മുന്നണി നേതാക്കൾ. 32ലേറെ സീറ്റ് നേടി വടകര നഗരസഭ ഇത്തവണ UDF RMPI ഭരിക്കുമെന്നും ഇവർ പറഞ്ഞു. തദ്ദേശം 2025 എന്ന പേരിൽ വടകര പ്രസ് ക്ലബ് സംഘടിപ്പിച്ച മീറ്റ് ദ പ്രസ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു നേതാക്കൾ. ഈ മാസം 11-ാം തീയതി നമ്മുടെ നഗരം ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ആ തെരഞ്ഞെടുപ്പിൽ UDF RMPI 32ഓളം സീറ്റ് വടകര നഗരസഭയിൽ പിടിച്ചുകൊണ്ട് കഴിഞ്ഞ 6 പതിറ്റാണ്ടിലേറെയായി CPM നേതൃത്വം നൽകുന്ന LDF ഭരണസമിതിയെ മാറ്റി UDF RMPIയുടെ നേതൃത്വത്തിലുള്ള ഒരു ഭരണസമിതി നിലവിൽ വരുമെന്ന ഒരു ആത്മവിശ്വാസത്തിലാണ് ഞങ്ങളിന്ന് ആമുഖമായി ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ ആത്മവിശ്വാസം? ഈ 6 പതിറ്റാണ്ടിലേറെയായി നമ്മുടെ നഗരം ഭരിക്കുന്ന CPM നേതൃത്വം നൽകുന്ന LDF ഭരണസമിതി വടകരയിലെ ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിച്ചിട്ടുണ്ടോ എന്നുള്ള പൊതുസമൂഹത്തിൻ്റെ ചോദ്യത്തിന് ഉത്തരം നൽകാത്ത ഒരവസ്ഥയാണ് ഇന്ന് ഭരിക്കുന്ന ഈ ഭരണകർത്താക്കൾക്കുള്ളത്. എന്താണ് നമ്മുടെ അടിസ്ഥാന വിഷയം? നമുക്ക് ഏറ്റവും പ്രധാനമായി ലഭിക്കേണ്ട കുടിവെള്ളം. ആ കുടിവെള്ളം നൽകുന്നതിൽ തികഞ്ഞ പരാജയമാണ് ഈ ഭരണസമിതിക്ക് ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ വർഷം മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിൽ ഞാനുൾപ്പെടെയുള്ള എൻ്റെ പ്രദേശം, തീരദേശ മേഖലയിലെ പല പ്രദേശങ്ങളിലും ഉപ്പ് വെള്ളം കുടിക്കേണ്ട ഒരു സാഹചര്യമുണ്ടായി എന്നുള്ളത്. അപ്പോൾ കുടിവെള്ളം എത്തിക്കുന്നതിൽ തികഞ്ഞ പരാജയം. അതുപോലെ തന്നെ വടകരയിൽ സമഗ്രമായിട്ടുള്ള ഒരു അഴുക്കുചാൽ പദ്ധതി നടപ്പിലാക്കുന്നതിൽ തികഞ്ഞ പരാജയമാണ് ഈ ഭരണസമിതിക്കുണ്ടായിട്ടുള്ളത്. നമുക്കറിയാം 2008-2009 വർഷത്തിൽ വടകരയിലെ ഈ അഴുക്കുചാലുമായി ബന്ധപ്പെട്ട്, മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് പരിസ്ഥിതി പ്രവർത്തകനായിട്ടുള്ള ഡോക്ടർ അച്യുതൻ്റെ നേതൃത്വത്തിലുള്ളൊരു സമിതി വടകരയിലെ ഈ മാലിന്യവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തി. അതിൻ്റെ അന്വേഷണ റിപ്പോർട്ട് അത് ഫലപ്രദമായി നടപ്പിലാക്കാൻ ഇന്നുവരെ ഈ ഭരണസമിതിക്ക് സാധിച്ചിട്ടില്ല എന്ന വസ്തുതയാണ് ഈ നാട്ടിലെ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ നഗരം ഇന്ന് ഇരുട്ടിലാണ്. വടകര പഴയ ബസ് സ്റ്റാൻഡ് പോലുള്ള സ്ഥലങ്ങളിൽ നിങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഈ നഗരം ഒരു ഉറങ്ങാത്ത നഗരമായിരുന്നു. രാത്രി 12 മണി വരെയും 1 മണി വരെയും വടകരയിൽ നല്ല ജനസാന്നിധ്യമുണ്ടായിരുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടം വ്യതിചലിച്ചുകൊണ്ട് ഇന്ന് വടകരയിൽ 8 മണിക്ക് കടകമ്പോളങ്ങൾ അടക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം നിലനിൽക്കുകയാണ്. നമുക്കറിയാം, നമ്മൾ ഈ സമ്മേളനം നടത്തിൻ്റെ മുമ്പിലുള്ള വടകര പഴയ ബസ് സ്റ്റാൻഡിൽ നമുക്ക് രാത്രി 8 മണിക്ക് ശേഷം നായകളുടെ ഒരു സമ്മേളനമാണ്. തെരുവ് നായകളുടെ സംഗമമായി വടകരയിലെ പഴയ ബസ് സ്റ്റാൻഡ് മാറിയിരിക്കുന്നു. നാട് ഇരുട്ടിലാണ്. നമ്മുടെ വടകരയിലെ 2000-ൽ പരം കച്ചവട സ്ഥാപനങ്ങൾ അടച്ചിടേണ്ടി വന്നിരിക്കുന്നു എന്ന് വടകരയിലെ നമ്മുടെ വ്യാപാര സമിതിയുടെ ഏകോപന സമിതി പോലുള്ള സംഘടനകൾ പറയുകയാണ്. വടകര പട്ടണത്തിൽ 2000-ൽ പരം കടകൾ അടഞ്ഞു കിടക്കുന്നു. അപ്പം കച്ചവടക്കാരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു തരത്തിലുള്ള നടപടിയും മുനിസിപ്പൽ ഭരണകർത്താക്കളിൽ നിന്നുണ്ടാകുന്നില്ല എന്നത് വടകരയിലെ പൊതുസമൂഹം മനസ്സിലാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ കൊട്ടിഘോഷിച്ച് കൊണ്ടുവന്ന നമ്മുടെ ഹോളിഡേ മാൾ, അതിൻ്റെ പേര് തന്നെ ഹോളിഡേ എന്നാണ്.
അത് 10 വർഷമായിട്ടും അതിൻ്റെ പേരിൽ അർത്ഥമാക്കുന്ന തരത്തിലുള്ള ഒരു സ്ഥാപനമായി ഹോളിഡേ മാൾ മാറിയിരിക്കുന്നു. അതിൻ്റെ അകത്ത് 279 മുറികൾ. നമ്മുടെ നാട്ടിൽ വികസന പ്രവർത്തനങ്ങൾ നടത്തണമെങ്കിൽ മുനിസിപ്പാലിറ്റിക്ക് തനത് വരുമാനം വർദ്ധിക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ 14 വർഷമായി വടകര മുനിസിപ്പാലിറ്റിക്ക് നഷ്ടം മാത്രമാണ് ഈ BOT കെട്ടിടം കൊണ്ടുണ്ടായിട്ടുള്ളത്. നമുക്കറിയാം, നമ്മുടെ ഈ കെട്ടിടവുമായി ബന്ധപ്പെട്ടിട്ടുള്ള തൊഴിൽ നികുതി പോലുള്ള വാടക ഡെപ്പോസിറ്റ്, അതുപോലെ തന്നെ ലൈസൻസ് ഫീ പോലുള്ള മുനിസിപ്പാലിറ്റിക്ക് വരുമാനം കിട്ടേണ്ട സംവിധാനത്തെ തച്ചുടക്കുന്ന നിലപാടുമായി ഇവർ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഗതാഗതത്തിന് വേണ്ടി എന്നും പല സ്ഥലങ്ങളിൽ നമുക്കറിയാം ലിങ്ക് റോഡ്. അത് ഗതാഗതത്തിന് അനുയോജ്യമായ തരത്തിലാണ് മറ്റു പല പ്രദേശങ്ങളിലെങ്കിലും വടകര പട്ടണത്തിലെ ലിങ്ക് റോഡ് ജനങ്ങൾക്ക് ഗതാഗതം ചെയ്യുവാനുള്ള അതിൻ്റെ അനുകൂലമായ നിലപാടുണ്ടോ എന്ന് പരിശോധിച്ചാൽ നമുക്കറിയാം നിരവധി ജീവനുകളാണ് ഈ അശാസ്ത്രീയമായിട്ടുള്ള ഈ ലിങ്ക് റോഡ് കൊണ്ട് ഉണ്ടായിട്ടുള്ളത്. നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ഈ ലിങ്ക് റോഡിനെ വിശേഷിപ്പിക്കുന്നത് പാമ്പ് റോഡ് എന്ന തരത്തിലാണ്. അപ്പം വളരെ ഇന്ന് വരെ ആ ലിങ്ക് റോഡ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തിട്ടില്ല എന്നുള്ള വസ്തുതയുമുണ്ട്. അതോടൊപ്പം തന്നെ വടകരയിൽ തെരുവ് നായകളുടെ ശല്യം വളരെ തോതിൽ വർദ്ധിച്ചിരിക്കുന്നു. അതിനെ ABC കേന്ദ്രങ്ങൾ തുറക്കുമെന്ന് പറഞ്ഞിട്ട് അതിന് യാതൊരുവിധ നടപടിയും ഇവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല. അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത, ഇപ്പം ചെറിയൊരു സമയം മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് അനുവദിച്ചുള്ളത്. ദിവസങ്ങളോളം പറഞ്ഞാൽ മതിയാവാത്ത തരത്തിലുള്ള കാര്യങ്ങൾ ഈ മുനിസിപ്പാലിറ്റിക്കെതിരായിട്ട് പറയേണ്ടതായിട്ട് വരും. ഇവിടെ നടപ്പിലാക്കേണ്ട പല പദ്ധതികളെക്കുറിച്ചും പറയേണ്ടതായിട്ട് വരും. അപ്പോൾ ചെറിയ സമയത്തിനുള്ളിൽ കൂടുതൽ കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ബാക്കി കാര്യങ്ങളൊക്കെ അസീസ് മാഷും റിജുവൊക്കെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കും. ഒരു കാര്യം ഞാൻ അസന്നിഗ്ധമായിട്ട് പറയുകയാണ്, ഈ പ്രാവശ്യം വടകര മുനിസിപ്പാലിറ്റിയുടെ ഭരണം UDF RMB പിടിച്ചെടുക്കും. അതിന് അനുകൂലമായ നിലപാട് വടകരയിലെ പൊതുസമൂഹത്തിൽ നിന്ന് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ ഈ വർഷം വടകരയിലൊരു മാറ്റം എന്തായാലും സംഭവിക്കാൻ പോവുകയാണ്. വടകരയിലെ ജനങ്ങൾ തുടർച്ചയായ LDFൻ്റെ ഭരണം മടുത്തിരിക്കുകയാണ്. വികസന മുരടിപ്പിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങൾ വടകരയിൽ ആളുകൾ അനുഭവിക്കുകയാണ്. ഈ ഇത്രയും കാലത്തെ ഭരണത്തിൻ്റെ നേട്ടമായി ആത്മവിശ്വാസത്തോടെയും അഭിമാനത്തോടെയും തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്നാണ് LDF പറയുന്നത്. അത്രയും ആത്മവിശ്വാസമുള്ള LDF കഴിഞ്ഞ വാർഡ് വിഭജനത്തിൽ UDFന് അനുകൂലമായ 7ഓളം വാർഡുകൾ അവർക്ക് അനുകൂലമായി മാറ്റാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. LDFൻ്റെ ആത്മവിശ്വാസത്തിൻ്റെ ഒരു ഉദാഹരണം. കഴിഞ്ഞ ദിവസം മനസ്സിലാക്കിയത് അവരുടെ പ്രകടന പത്രികയിൽ പറഞ്ഞ 115 വാഗ്ദാനങ്ങളിൽ 109 എണ്ണം പൂർത്തിയായി, ബാക്കി 6 എണ്ണം നടപ്പിലായിക്കൊണ്ടിരിക്കുകയാണ്. വടകര പഴയ ബസ് സ്റ്റാൻഡ്, പുതിയ ബസ് സ്റ്റാൻഡ് നിർമ്മിച്ചതിന് ശേഷം എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ടോ? LDFൻ്റെ അജണ്ടയിൽ അതില്ലേ? വടകര കോട്ടപ്പറമ്പ് പഴയ ബസ് സ്റ്റാൻഡ് അകത്തുള്ള ഈ ഇടുങ്ങിയ റോഡിൽ ഈ കാലയളവിൽ ഒരു 5 വീതി കൂട്ടാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഗതാഗത സൗകര്യം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഈ ഒരു വികസനം LDFൻ്റെ അജണ്ടയിലില്ലേ? 109 പദ്ധതികൾ നടപ്പിലാക്കിയെന്ന് പറയുമ്പോൾ 25 വർഷം മുമ്പാണ് കോട്ടപ്പറമ്പ് നവീകരണത്തിന് വേണ്ടി DPR തയ്യാറാക്കി കേന്ദ്ര ഫണ്ടിന് സമീപിച്ചത്. അപ്പോൾ വടകരയിലെ വികസനത്തിൻ്റെ ഭാഗമല്ലേ കോട്ടപ്പറമ്പ് വികസനം? ഒരു മഴ പെയ്താൽ പുതിയ ബസ് സ്റ്റാൻഡിൽ വെള്ളം കയറി മാലിന്യം നിറഞ്ഞ് കടയിലേക്ക് കയറുന്ന അവസ്ഥയാണ്. അതേപോലെ വടകരയിൽ ഒരു സ്റ്റേഡിയം ഉണ്ടോ ഇപ്പോൾ? ഇത് വടകരയിൽ ആവശ്യമില്ലേ? വികസനം പൂർത്തിയായി ആത്മവിശ്വാസത്തോടെ ഭരണ തുടർച്ചയ്ക്ക് വേണ്ടി LDFൻ്റെ അജണ്ടയിലില്ലേ? ഒരു സ്റ്റേഡിയം ആവശ്യമില്ലേ വടകരയിൽ? വടകരയിലുള്ള കളിക്കളങ്ങളൊക്കെ നശിപ്പിച്ചല്ലേ? നാരായണ നഗരത്തിലെ ഗ്രൗണ്ട് നശിപ്പിച്ചു.
താഴെയങ്ങാടിയിൽ നിന്നുണ്ടായിരുന്ന ഗ്രൗണ്ടിൻ്റെ പകുതി ഭാഗം KSRTC ഡിപ്പോക്ക് വേണ്ടി കൊടുത്തു. അതേപോലെ ഇപ്പം മുനിസിപ്പൽ ഓഫീസ് ഷോപ്പിംഗ് കോംപ്ലക്സ് നേരത്തെ ഇൻഡോർ സ്റ്റേഡിയം എന്ന സ്ഥലമാണ്. പുത്തൂർ സ്കൂളിൽ ഉണ്ടായിരുന്ന ഇപ്പോൾ വടകരയിലുള്ള ഏറ്റവും വലിയ ഗ്രൗണ്ടാണ് പുത്തൂർ സ്കൂൾ ഗ്രൗണ്ട്. അവിടെ സ്കൂൾ കെട്ടിടത്തിന് വേണ്ടി മാറ്റി നിൽക്കുമ്പോൾ ആ ഗ്രൗണ്ടും കൂടി ഇല്ലാതാവുന്ന. സ്റ്റേഡിയം നിർമ്മിച്ചില്ല എന്ന് മാത്രമല്ല, ഗ്രൗണ്ടുകൾ ഇല്ലാതാക്കിക്കൊണ്ടാണ് കെട്ടിടങ്ങൾ വരുന്നത്. ഇപ്പോൾ LDFന് ഇത്രയും ദീർഘകാലം ഭരിച്ചിട്ട് വടകരയിൽ ഒരു സ്റ്റേഡിയം വേണമെന്ന് LDFന് തോന്നിയിട്ടില്ലേ? ഈ കാര്യങ്ങൾ നാട്ടിലെ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പോൾ മറ്റൊരു കാര്യം പറഞ്ഞത്, ഹോളിഡേ മാളിൽ നിന്ന് നഗരസഭയ്ക്ക് കൃത്യമായ വരുമാനം കിട്ടുന്നുണ്ട് എന്നാണ്. അവിടുത്തെ തറവാടകയ്ക്ക് വേണ്ടി മാത്രമാണ് ഇത്രയും വലിയൊരു മാള് നിർമ്മിച്ചത്. നമ്മുടെ നഗരത്തിലെ കണ്ണായ ഹൃദയഭൂമിയിൽ ഒരു വലിയ മാള് നിർമ്മിച്ചത് ആ തറവാടക ലഭിക്കാനാണോ? ആ ഷോപ്പിലേക്ക് വരുന്ന ഡെപ്പോസിറ്റിൻ്റെ 50% നഗരസഭയ്ക്ക് കിട്ടേണ്ടതാണ്. ആ വരുമാനം നഷ്ടമല്ലേ? അവിടുന്ന് കിട്ടേണ്ട വാടക, അതേപോലെ വസ്തുനികുതി, ലൈസൻസ് ഫീ, അവിടുന്ന് ജീവനക്കാരിൽ നിന്ന് ലഭിക്കേണ്ട പ്രൊഫഷണൽ ടാക്സ്, ഈ ഇനത്തിൽ നഗരസഭയ്ക്ക് എത്ര കോടികളാണ് നഷ്ടമായത്? ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിക്കുന്ന രീതിയിലാണ് ഇവർ പ്രചരണം നടത്തുന്നത്. ഇത് ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് ഞങ്ങൾ തുറന്നു കാണിക്കുകയും ചെയ്യും. അങ്ങനെ നഗരത്തിൻ്റെ പ്രധാനപ്പെട്ട വിഷയങ്ങളൊന്നും അഡ്രസ്സ് ചെയ്യാതെ അവർ വാഗ്ദാനങ്ങൾ പൂർത്തിയാക്കിയെന്ന് പറയാണ്. വടകര പഴയ ബസ് സ്റ്റാൻഡിലെ മാലിന്യങ്ങൾ എവിടെയൊക്കെ ഒഴുകിപ്പോകുന്നത്? നഗരസഭയുടെ മത്സ്യ മാർക്കറ്റിലെ മാലിന്യം എവിടെ ഒഴുകിപ്പോകുന്നത്? അത് താഴെയങ്ങാടി അരയാക്കിത്തോടിലേക്കാണ് പോകുന്നത്. പുതിയ ബസ് സ്റ്റാൻഡിലെ മുഴുവൻ മാലിന്യങ്ങളും പോകുന്നത് കരിമ്പനത്തോടിലേക്കാണ്. ഇവിടെ ഒരു സമഗ്ര അഴുക്കുചാൽ പദ്ധതി വേണ്ടേ? ഈ 6.5 പതിറ്റാണ്ട് LDF ഭരിച്ചിട്ട് ആ ഒരു അഴുക്കുചാൽ പദ്ധതിയെക്കുറിച്ച് പോലും പറയുന്നില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് വാഗ്ദാനങ്ങൾ പൂർത്തിയാക്കിയെന്ന് പറയുന്നത്? നമുക്കൊരു അറവുശാലയുണ്ടോ വടകരയിൽ? ഇത്ര കാലം ഭരിച്ചിട്ട് ഒരു അറവുശാല വേണം എന്നവർ ആലോചിച്ചിട്ടില്ലേ? വളരെ അഭിമാനത്തോടെ തെരഞ്ഞെടുപ്പിന് നേരിടുമ്പോൾ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളതാണ്, വടകരയിലെ മാടുകളെ എവിടെ വെച്ചിട്ടാണ് അറക്കുന്നത്? ആരാണ് പരിശോധിക്കുന്നത്? ഇവിടുത്തെ ജനങ്ങൾ കഴിക്കുന്ന മാംസത്തിൻ്റെ ശുദ്ധി ആരാണ് പരിശോധിക്കുന്നത്? ആരാണത് ഉറപ്പുവരുത്തേണ്ടത്? നമുക്ക് വടകരയിലൊരു പൊതു ശ്മശാനമുണ്ട്, വാതക ശ്മശാനമുണ്ട്. അതിൻ്റെ അവസ്ഥ എന്താണ്? അവിടെ ശവസംസ്കാരത്തിനുള്ള സൗകര്യമുണ്ടോ? ഇങ്ങനെ ആളുകൾ നേരിട്ട് കാണുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. മറ്റൊരു കാര്യം നമ്മുടെ റോഡിൻ്റെ അവസ്ഥയാണ്. നാഷണൽ ഹൈവേൻ്റെ വിഷയം മാത്രമല്ല, മുനിസിപ്പൽ റോഡുകളൊക്കെ പൊട്ടിപ്പൊളിഞ്ഞിട്ടാണ്. ചെയർപേഴ്സൺ മറുപടി പറഞ്ഞത് 2025 മെയ് മാസത്തിലെ മഴയിൽ പൊളിഞ്ഞതാണ്. 2023 ശേഷം നഗരസഭയിലെ റോഡുകൾ മെയിൻ്റനൻസ് ചെയ്തിട്ടില്ല, റീടാർ ചെയ്തിട്ടില്ല. കഴിഞ്ഞ വർഷം ഒറ്റ റോഡ് റീടാർ ചെയ്തിട്ടില്ല. ഈ വർഷം റീടാറിങ്ങിന് വേണ്ടിയിട്ട് അതിൻ്റെ എഗ്രിമെൻറ്റും ടെൻഡറൊക്കെ നടപടി നീങ്ങിയിട്ടുണ്ട്. പക്ഷേ പല വാർഡുകളിലും പാച്ച് വർക്ക് മാത്രമേ ഉള്ളൂ. മെയിൻ്റനൻസ് ഫണ്ട് വളരെ കുറവാണ്. 2 വർഷമായി പൊട്ടിപ്പൊളിഞ്ഞ റോഡ് പറഞ്ഞത് ഈ മഴക്കാലത്ത് പൊട്ടിപ്പൊളിഞ്ഞെന്നാണ്. അപ്പോൾ ആളുകൾ ഇവിടത്തേക്ക് ഗതാഗത സൗകര്യം വളരെ ഇടുങ്ങിയതായി മാറിയിരിക്കുകയാണ്. ആളുകൾക്ക് വടകരയിൽ വന്നു കഴിഞ്ഞാൽ വാഹനം പാർക്ക് ചെയ്യാനുള്ള ഒരു സൗകര്യമില്ല. ഒരു പാർക്കിംഗ് കേന്ദ്രത്തിനെക്കുറിച്ച് ഇത്ര കാലം ഭരിച്ച LDFന് എന്താ പറയാനുള്ളത്? എല്ലാ പട്ടണങ്ങളിലും ആധുനിക സംവിധാനങ്ങളോടുള്ള പാർക്കിംഗ് സംവിധാനം നിലനിൽക്കുമ്പോൾ വടകരയിലുള്ള ആളുകൾ അതിനെക്കുറിച്ചിട്ട് എന്താണ് മനസ്സിലാക്കേണ്ടത്? അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ വടകരയിലുള്ള ജനങ്ങൾ വളരെ ഗൗരവത്തോടെ കാണുന്നത്. കാരണം ഇത്രയും കാലം നമ്മുടെ വടക്കൻ മലബാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പട്ടണമാണ് കോഴിക്കോട് ജില്ലയിലെ ആദ്യമുണ്ടായ A ക്ലാസ് മുനിസിപ്പാലിറ്റി. ഇവിടെ അടിസ്ഥാനപരമായ ഒരു കാര്യങ്ങളും നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ജനങ്ങൾ മാറി ചിന്തിക്കുകയാണ്. തെരുവ് നായയെക്കുറിച്ച് നേരത്തെ ഇവിടെ പറഞ്ഞു. എത്ര 100 കണക്കിന് ആളുകളല്ലേ തെരുവ് നായയുടെ കടിയേറ്റത്? 2 പേർ തെരുവ് നായയുടെ ആക്രമണത്തിൽ മരണപ്പെട്ടിട്ടുണ്ട്. ഈ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ എപ്പോഴും പറയുന്നത് ABC കേന്ദ്രം തുടങ്ങുന്നു. എന്തെങ്കിലും ഒരു നടപടി അക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ? കഴിഞ്ഞ 2 വർഷമായിട്ട് പറഞ്ഞത് നമ്മുടെ വെറ്റിനറി ഹോസ്പിറ്റലിൽ ABC കേന്ദ്രം തുടങ്ങുന്നതാണ് പറഞ്ഞത്. ആ നിലക്ക് ചോദ്യങ്ങൾക്കുള്ള മറുപടി എന്നല്ലാണ്ട് നടപടി ഒരു നിലക്കും ഉണ്ടാവുന്നില്ല. വടകരയിലെ സാധാരണക്കാർ അല്ലെങ്കിൽ പാവപ്പെട്ട ജനങ്ങൾക്ക്, അവിദഗ്ധരായ തൊഴിലാളികൾക്ക് ഒരു ചെറിയ വരുമാന മാർഗമാണ് തൊഴിലുറപ്പ് പദ്ധതി. തൊഴിലുറപ്പ് പദ്ധതി കേരളത്തിൽ തന്നെ ഏറ്റവും കുറവ് കൊടുക്കുന്ന നഗരസഭ വടകരയാണ്. കഴിഞ്ഞ 2 വർഷങ്ങളിൽ ശരാശരി 2-3 തൊഴിൽ ദിനങ്ങൾ മാത്രമാണ്. 100 ദിവസത്തെ
ഉറപ്പാണ് ഈ അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി വിഭാവനം ചെയ്യുന്നത്. എന്നാൽ വടകരയിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കിട്ടുന്നത് 3 തൊഴിലുറപ്പാണ്, അതിൽ കൂടുതൽ കിട്ടിയിട്ടില്ല. അതേപോലെ തന്നെ നമ്മുടെ ലിങ്ക് റോഡിൻ്റെ കാര്യം ഇവിടെ പറഞ്ഞു. ലിങ്ക് റോഡ് ഇവിടെ നഗരസഭയുടെ അഴിമതിയുടെയും അതോടൊപ്പം തന്നെ ഇവരുടെ കെടുകാര്യസ്ഥയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ലിങ്ക് റോഡ്. ഉപ്പ് വെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞു. ഇവിടെ നമ്മൾ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് ഏകദേശം കേന്ദ്ര സർക്കാരിൻ്റെ സ്കീമാണിത്. 2500ഓളം വീടുകളിൽ കുടിവെള്ള ഇതിൻ്റെ ശുദ്ധലഭ്യത്തിന് പൈപ്പ് ലഭ്യമാക്കിയിട്ടുണ്ട്. പക്ഷേ ആ പദ്ധതി പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. റോഡ് മെയിൻ്റനൻസിന് അതിൽ വേണ്ടത്ര ഫണ്ട് വെക്കാത്തത് കൊണ്ട് പല ഭാഗങ്ങളിലും മെയിൻ ലൈന് വലിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ആവശ്യത്തിന് ഫണ്ട് അതിൽ ലഭ്യമാക്കാത്തത് കൊണ്ട് ആ വർക്ക് പാതി വഴിയിലാണുള്ളത്. കാർഷിക രംഗത്ത് കഴിഞ്ഞ ഒരു 4 നൂറ്റാണ്ട് കൊണ്ട് നമ്മുടെ പ്രധാനപ്പെട്ട കൃഷി ഉണ്ടായിരുന്ന നാളവും വെയിലും മറ്റുള്ള നെൽപ്പാടങ്ങളൊക്കെ അപ്രത്യക്ഷമായിരിക്കുകയാണ്. എല്ലാ മേഖലകളിലും വടകരയിൽ ഒരു ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രം എന്ന് പറയുന്ന വർഷങ്ങൾക്ക് മുമ്പ് വന്ന ഒരു മോഡൽ പോളിടെക്നിക്കിനപ്പുറം ഇവിടുത്തെ കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു വിദ്യാലയം കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. ആ നിലക്ക് നമ്മുടെ സമീപത്തുള്ള പഞ്ചായത്തുകളും തൊട്ടടുത്ത മുനിസിപ്പാലിറ്റികളൊക്കെ വികസന രംഗത്തേറെ മുന്നോട്ട് പോകുമ്പോൾ പഴയ കാലത്തിൽ നിന്ന് കുറേ പുറകോട്ട് പോയ ഒരു പട്ടണമായി വടകര മാറിയിരിക്കുകയാണ്. ഈ കാര്യങ്ങൾ നേരിട്ട് അനുഭവമുള്ള വടകരക്കാർ ഈ പ്രാവശ്യവും കൃത്യമായിട്ട് ചിന്തിക്കുന്നുണ്ട്. അവർ നഗരസഭാ ഭരണം മാറ്റാനുള്ള തയ്യാറെടുപ്പിലാണ്. ആ ആത്മവിശ്വാസത്തിലാണ് UDFും RMPയും തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. എന്തുകൊണ്ടാണ് വടകരയിൽ ഒരു ഭരണമാറ്റം അനിവാര്യം എന്നുള്ളതിനെ സംബന്ധിച്ച് ഞങ്ങളെപ്പോലെ തന്നെ ഏറെ വ്യക്തതയുള്ള ആളുകളാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ പൊതുസമൂഹവും. അതിൻ്റെ ഒരു നേർചിത്രം നേരത്തെ സൂചിപ്പിച്ച ആളുകൾ വളരെ വിശദമായി തന്നെ ഇപ്പോൾ പ്രതിപാദിച്ചിട്ടുണ്ട്. കൂടുതൽ അതിലേക്കുള്ള ആവർത്തനത്തിലേക്ക് പോകുന്നില്ല. ഈ പറഞ്ഞ രൂപത്തിൽ എല്ലാ തരത്തിലും നമ്മുടെ ജനജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ അല്ലെങ്കിൽ അതിനൊരു പ്രോഗ്രസീവായിട്ടുള്ളൊരു മാറ്റം എന്ന് പറയുന്നത് അസാധ്യമാവും വിധമുള്ള ഒരു രാഷ്ട്രീയ അധികാര പ്രയോഗമാണ് കഴിഞ്ഞ 6 പതിറ്റാണ്ടായി വടകരയിൽ മാറി മാറി ഭരിച്ചുകൊണ്ടിരിക്കുന്ന LDFൻ്റെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് വസ്തുത. ഇതിനൊരു മാറ്റം അനിവാര്യമാണ് എന്നുള്ളത് തന്നെയാണ് നിലവിലുള്ള എല്ലാ സാഹചര്യങ്ങളെയും മുൻനിർത്തി എല്ലാ ആളുകൾക്കും ബോധ്യമാവുന്ന കാര്യം. ഇതിലെ 1-2 കാര്യങ്ങൾ ഇപ്പോൾ ഈ പറഞ്ഞതിനോട് കൂട്ടിച്ചേർത്ത് ഞാൻ നിർത്തും. ഒന്ന്, നമ്മളുടേത് ഒരു ജനാധിപത്യ ഫെഡറൽ സംവിധാനമാണ്. നമ്മളുടെ ഈ ജനാധിപത്യ ഫെഡറൽ സംവിധാനത്തിനകത്ത് എല്ലാ ആളുകൾക്കും സ്വതന്ത്രമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുക, നമ്മളുടെ ഒരു ഫെഡറലിസത്തെ പരിപൂർണമായി ഉപയോഗിക്കുക എന്ന് പറയുന്നതാണ് പലപ്പോഴും ഒരു ജനാധിപത്യ പ്രക്രിയയിൽ ഒരു ഭരണ സംവിധാനത്തെ നിലനിർത്തുന്നത്. ആ പരസ്പരമുള്ള കൊടുക്കൽ വാങ്ങലുകൾ പൂർണ്ണമാകുന്നിടത്താണ് നമ്മളുടെ ജനജീവിതം പൂർണ്ണമായും ഈ ദുസ്സഹമല്ലാത്ത അവസ്ഥയിലേക്ക് മുന്നോട്ട് പോകുക. നമ്മൾ കഴിഞ്ഞ 5 വർഷം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ രാഷ്ട്രീയ അധികാരത്തിൻ്റെ ധാർഷ്ട്യം കൊണ്ട് നമ്മളുടെ ഒരു ഫെഡറൽ സംവിധാനത്തിൻ്റെ കൃത്യമായ നടത്തിപ്പ് പരിപൂർണമായും ഇല്ലാതായ കാഴ്ച ഇപ്പോൾ ഇവിടുത്തെ ഇതര ജനപ്രതിനിധികളായ MLA ആവട്ടെ, MP ആവട്ടെ, അവരുടെ സാധ്യതകളാവട്ടെ, ഈ സാധ്യതകളെയൊന്നും വടകരയിലെ ജനങ്ങൾക്ക് ഉപയോഗ്യമാക്കാൻ കഴിയും വിധത്തിലുള്ള ഒരു പരസ്പര ധാരണയോടുകൂടിയുള്ള പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കാൻ ഈ ഭരണ സംവിധാനത്തിന് കഴിഞ്ഞിട്ടില്ല. പലപ്പോഴും രാഷ്ട്രീയമായി തങ്ങൾക്കുള്ള രാഷ്ട്രീയ അധികാരത്തെ ഈ പറയുന്ന നഗരസഭാ ഭരണ സംവിധാനത്തിൻ്റെ അധികാര പ്രയോഗത്തിൻ്റെ ഭാഗമായി വളരെ കൃത്യമായി മറ്റുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് കൊടുക്കേണ്ട പ്രതിപക്ഷ ബഹുമാനമോ അല്ലെങ്കിൽ ആ നിലയിലുള്ള ഒരു ജനാധിപത്യ ഇടപെടലോ സാധ്യമാവാത്ത വിധം നമ്മളുടെ വടകരയുടെ ഒരു പൊതു സാമൂഹ്യ സാംസ്കാരിക മണ്ഡലത്തെ മുഴുവൻ മാറ്റിത്തീർക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതിന് മാറ്റം വരേണ്ടതുണ്ട്. എല്ലാ ആളുകൾക്കും സ്വതന്ത്രമായി പ്രവർത്തിക്കാനും അവരവരുടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നടത്താനും കഴിയുന്ന രൂപത്തിലുള്ള ഈ പറയുന്ന രൂപത്തിലുള്ള കൊടുക്കൽ വാങ്ങലുകൾ പരസ്പരം ഉണ്ടാവണം. അതിൽ MLA ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരാവട്ടെ, MP ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരാവട്ടെ, ഇവരെയെല്ലാം ജനപ്രതിനിധികൾ എന്നുള്ള നിലക്ക് പരസ്പരം ബഹുമാനിക്കുകയും ഇവർ തമ്മിലെല്ലാമുള്ള കമ്മ്യൂണിക്കേഷൻ നല്ല നിലയിലാവുകയും ചെയ്യുന്നിടത്താണ് ജനങ്ങൾക്ക് ഒരു ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടേണ്ട ഏറ്റവും
പുരോഗമനപരമായ എല്ലാ ആശയവിനിമയങ്ങളും അവരുടെ അവകാശങ്ങളും ലഭ്യമാകുന്നു. ഇത് കഴിഞ്ഞ 5 വർഷമായി വടകരയിൽ പരിപൂർണമായും നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പലതരത്തിലുള്ള രാഷ്ട്രീയമായ ഞങ്ങളുടെ വിയോജിപ്പുകൾ പല ഘട്ടങ്ങളിൽ, പല രൂപത്തിലുള്ള പരിപാടികളിൽ, പല സാഹചര്യങ്ങളിൽ നിങ്ങളോട് തന്നെ നമുക്ക് സംവദിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇത് ഒരു ശരിയായ രീതിയല്ല. ഇതിനെല്ലാമുള്ള പ്രതിഷേധം, ഇതിനെല്ലാമുള്ള അതിൻ്റെ ഭാഗമായി ജനങ്ങൾക്ക് ലഭ്യമാകേണ്ടിയിരുന്ന, അല്ലെങ്കിൽ വളരെ വേഗത്തിൽ ഇപ്പോൾ പല രൂപത്തിലുള്ള പദ്ധതികൾ ഒരു കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഇവിടെ നടപ്പിലാക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിൽ നേരത്തെ തന്നെ പൂർത്തീകരിക്കപ്പെടേണ്ടതും നേരത്തെ തന്നെ ലഭ്യമാവേണ്ടിയിരുന്നതുമായ നിരവധിയായ കാര്യങ്ങളുണ്ടായിരുന്നു. അതിനെല്ലാം തടസ്സം നിൽക്കുന്ന വിധത്തിൽ ഈ ഒരു ഫെഡറൽ സംവിധാനത്തെ തന്നെ തകർക്കും വിധമുള്ള രാഷ്ട്രീയ സമീപനം ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അതിൽ ഇരകളാക്കപ്പെടുന്നത് നമ്മുടെ നാട്ടിലുള്ള ജനങ്ങളാണ്. ഇതിനെല്ലാമുള്ള മറുപടിയായി വേണം ഇത്തരം കാര്യങ്ങളെ കാണാൻ. പിന്നെ പ്രധാനമായും ഒന്ന് വിട്ടുപോയത് ഇവിടെയുള്ള അഴിമതിയാണ്. ഈ പറയുന്ന തുടർച്ചയായ രാഷ്ട്രീയ അധികാരം എങ്ങനെയാണ് ഒരു ഭരണ സംവിധാനത്തെ അഴിമതിയിലേക്ക് നയിക്കുന്നതെന്നും ഒരു ധനകേന്ദ്രീകൃതമായ രാഷ്ട്രീയ നിലപാടുകളോ നയനിലപാടുകളോ മാത്രമായി ചുരുക്കുന്നത് എന്നുള്ളതിൻ്റെ ഉദാഹരണവും വടകരയിൽ നമുക്ക് കാണാം. അതിലേറ്റവും പ്രധാനം നമ്മൾ തന്നെ കണ്ടതാണ്. നേരത്തെ ഉണ്ടായിരുന്ന മുനിസിപ്പൽ ചെയർമാൻ കഴിഞ്ഞ മുഖ്യമന്ത്രി പങ്കെടുത്ത ഈ വടകര പുതിയ നഗരസഭ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ ഇവിടെയുള്ള ഉദ്യോഗസ്ഥരെല്ലാം അഴിമതിക്കാരാണെന്നും ഈ അഴിമതിക്കാരെ മുഴുവൻ കൈകാര്യം ചെയ്യേണ്ടതാണ് എന്നുള്ള നിലക്ക് നേരത്തെ ഉണ്ടായിരുന്ന നഗരസഭാ ചെയർമാന് തന്നെ പരസ്യമായി പറയേണ്ടി വരുന്ന ഗതികേടിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. അപ്പോൾ സ്വാഭാവികമായും ഇപ്പോൾ കഴിഞ്ഞ ദിവസം ചെയർപേഴ്സൺ ഉൾപ്പെടെ ഈ പറയുന്ന നേരത്തെ ചെയർമാൻ പറഞ്ഞതിൻ്റെ ഗൗരവത്തെ പോലും ഉൾക്കൊള്ളാതെ ഇപ്പോൾ ഒരു 6ഓളം പേരെ തുടർച്ചയായി വടകര നഗരസഭയിലെ ഉദ്യോഗസ്ഥരെ അഴിമതിയുടെ പേരിൽ നടപടിയെടുത്ത് സസ്പെൻഡ് ചെയ്യുകയും പുറത്താക്കേണ്ടിയും വരുന്ന സാഹചര്യം പോലും ഉണ്ടായിട്ടും ഈ പറയുന്ന അഴിമതി എന്ന് പറയുന്നത് വളരെ പ്രകടമായി പല രൂപത്തിൽ, നമുക്കറിയുന്ന രൂപത്തിലും അറിയാത്ത രൂപത്തിലും വടകര നഗരസഭയുടെ ഭരണത്തിൻ്റെ ഭാഗമായി നിലനിൽക്കുന്നു എന്നുള്ളതാണ് കാരണം. ഇപ്പം നേരത്തെ ചെയർമാൻ പറയുന്ന സമയത്ത് നമ്മളിതിനകത്ത് കാണേണ്ട ഒരു കാര്യം ഞാൻ അതുകൂടെ സൂചിപ്പിച്ച് നിർത്താം. അഴിമതി എന്ന് പറയുന്നത് നമ്മളുടെ ഈ പറയുന്ന ഒരു ഭരണ സംവിധാനത്തിൻ്റെ സാധ്യതകൾ ഉപയോഗിച്ച് നേരത്തെ നമ്മൾ UDF-ഉം RMPO കൂടെ നടത്തിയിട്ടുള്ള വലിയൊരു സമരമാണ്. ഇപ്പോൾ വടകരയിൽ വടകരയിൽ മാത്രമല്ല നമ്മളുടെ സർക്കാർ ഉദ്യോഗസ്ഥർ അവരുടെ നിയമനവും ജോലി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടെല്ലാം പാലിക്കപ്പെടേണ്ട ഒരു നിയമവും രീതിയും അതിന് ഒരു സംവിധാനമുണ്ട്. പക്ഷേ വടകരയിൽ മാത്രം നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതുപോലെ ഒരു ഉദ്യോഗസ്ഥന് മാത്രം ഈ പറയുന്ന ചട്ടങ്ങൾക്കെല്ലാം വിരുദ്ധമായി കാലാകാലങ്ങളായി വടകര നഗരസഭയിൽ പോസ്റ്റിംഗ് കൊടുക്കുകയും നിലനിർത്തുകയും വടകരയിലെ സെക്രട്ടറിയും മറ്റു ഉദ്യോഗസ്ഥരെക്കാളുമെല്ലാം മേലെ അവർക്കെല്ലാം മേലെ അവരുടെയെല്ലാം സൂപ്പർ സെക്രട്ടറിയായി പ്രതിഷ്ഠിക്കുകയും നയപരമായ തീരുമാനങ്ങളെല്ലാം എടുക്കുന്നതിൽ ഇത്തരം ചില കേന്ദ്രങ്ങളിൽ നിന്നും തീരുമാനങ്ങൾ വരികയും ചെയ്യുന്ന സാഹചര്യം. പ്രധാനപ്പെട്ട അഴിമതി എന്ന് പറയുന്നത് അതാണ്. ഫരീദ ഓപ്റ്റിക്സ് വടകര, ഇനി എല്ലാം തെളിഞ്ഞു കാണാം എന്ന് പറഞ്ഞാൽ സർക്കാർ ചട്ടങ്ങൾക്കെല്ലാം വിരുദ്ധമായി ഒരു ഉദ്യോഗസ്ഥനെ മാത്രം പ്രത്യേകമായ സ്ഥാനത്ത് നിർത്തി അയാൾക്ക് നമ്മളുടെ നീതിന്യായ വ്യവസ്ഥ ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് നൽകുന്ന ട്രാൻസ്ഫറോ മറ്റു കാര്യങ്ങളോ എല്ലാം മാറ്റി നിർത്തി പ്രത്യേകമായ ഒരു കേന്ദ്രത്തിൽ നിർത്തി അയാൾ വഴി കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിൽ അസ്വസ്ഥരായ ജീവനക്കാരുണ്ടായിരുന്ന ഒരു നഗരസഭയാണിത്. അപ്പോൾ ഈ നിലയിൽ എല്ലാ അർത്ഥത്തിലും അങ്ങേയറ്റം ജനവിരുദ്ധമായ ജനാധിപത്യ വിരുദ്ധമായ ഒരു ഭരണ സംവിധാനമാണ് ഇവിടെ നിലനിൽക്കുന്നത്. അതിനെ മാറ്റിമറിക്കാൻ ആവശ്യമായ രൂപത്തിലുള്ള ജനാധിപത്യപരമായ എല്ലാ മനുഷ്യരുടെയും എല്ലാ പൗരന്മാരുടെയും ഒരു ആത്മാഭിമാനത്തോടു കൂടിയുള്ള പോരാട്ടമായിട്ടാണ് ഞങ്ങളിതിനെ കാണുന്നത്. ഇത് കേവലം UDF-ൻ്റെയോ RMPയുടെയോ വിജയമായിട്ടല്ല ഞങ്ങളിതിനെ കാണുന്നത്. വടകരയിലെ ആത്മാഭിമാനമുള്ള മുഴുവൻ പൗരന്മാരുടെയും ആവശ്യമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. അത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഭരണമാറ്റം മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, എല്ലാ നിലയിലുള്ള മാറ്റമാണ്. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരോട് ഇവർ കാണിക്കുന്ന ഏറ്റവും വലിയ അനീതി. കാരണം നമ്മളുടെ ഇപ്പോൾ ഈ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. ആ കെട്ടിടം ആ കെട്ടിടത്തിലേക്ക് ഇവിടെയുള്ള ഭിന്നശേഷി കാര്യാലയം ICDS ഓഫീസ് ഇപ്പം നിലനിൽക്കുന്നത് നമ്മുടെ പാർക്കിൻ്റെ തൊട്ടപ്പുറത്തുള്ള പഴയ കെട്ടിടത്തിൽ 3-ാം നിലയിലാണ്. ഈ 3-ാം നിലയിൽ എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് ഏറ്റവും പ്രയാസം അനുഭവിക്കുന്ന ഈ മനുഷ്യർക്ക് അവരുടെ ആവശ്യങ്ങൾക്ക് 3-ാം നിലയിൽ കെട്ടിടം കയറി ചെല്ലേണ്ടി വരുന്ന അവസ്ഥ, ആ അവസ്ഥ പരിഹരിക്കാൻ ആവശ്യമായ രൂപത്തിലുള്ള ഈ പുതിയ കെട്ടിടത്തിൽ ഇവരുടെ ഓഫീസ് ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് മാറ്റണം എന്നിവിടെയുള്ള ഭിന്നശേഷി സംഘടനകൾ നിരന്തരമായി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ സമയം വരെ
അതിനൊരു അനുകൂലമായ നിലപാട് സ്വീകരിക്കാൻ ഇവർ തയ്യാറായിട്ടില്ല. ഇത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. അതുപോലെ വടകരയിലെ സാംസ്കാരിക മേഖല, നമ്മുടെ ടൗൺ ഹാൾ നമ്മൾ നോക്കണം. ഏറ്റവും പ്രധാനമായ ടൗൺ ഹാളിൻ്റെ അവസ്ഥ. ടൗൺ ഹാളിൽ നേരത്തെ 1750 രൂപക്കാണ് ടൗൺ ഹാളിൽ എല്ലാ ആളുകൾക്കും പരിപാടി നടത്താൻ പറ്റിയത്. ആ 1750 രൂപയുള്ള ടൗൺ ഹാൾ അതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളൊന്നും വർദ്ധിപ്പിക്കാതെ ഇപ്പോഴും എങ്ങനെയാണോ ടൗൺ ഹാൾ വർഷങ്ങളായി ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ നിലനിർത്തുകയും അതിനകത്ത് എന്നാൽ അതിൻ്റെ ഫീസിൽ വലിയ രൂപത്തിലുള്ള വർധനവ് വരുത്തുകയും ചെയ്തു. ഇപ്പോൾ ഒരു പരിപാടി നടത്തണമെങ്കിൽ വലിയ പൈസ കൊടുക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകും. അങ്ങനെ ഏതെല്ലാം മേഖലയിൽ പണമുണ്ടാക്കാം എന്ന് പറയുന്നതല്ലാതെ മനുഷ്യരുടെ ഒരു സാംസ്കാരികമോ സാമൂഹ്യമോ വിനോദപരമോ ആയിട്ടുള്ള യാതൊരു തരത്തിലുള്ള സാധ്യതകൾക്കും എല്ലാവിധത്തിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കുന്ന രൂപത്തിലാണ്, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാത്ത വിധത്തിലാണ് ഇവിടുത്തെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇതിനെല്ലാമുള്ള ജനാധിപത്യപരമായ വിധിയെഴുത്താവും ഈ തെരഞ്ഞെടുപ്പ് എന്നാണ് ഞങ്ങൾ കാണുന്നത്. ശേഷിക്കാർക്കുള്ള ഇതേപോലെ നിലവിൽ താഴത്തെ ഇതിലോട്ടേക്ക് മാറ്റി നമ്മൾ അന്വേഷണം ഒരു ചെയർപേഴ്സൺ പറഞ്ഞു 3-ാം നിലയിൽ നിന്ന് അത് താഴേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ളത്. നിയമം ഇങ്ങോട്ടേക്ക് മാറ്റി അല്ല ICDCന്റെ ബിൽഡിംഗ് നിലവിലുള്ള ബിൽഡിംഗ് അവിടെ 3-ാം നിലയിലുള്ളത് താഴെ ഫുഡ് സേഫ്റ്റിന്റെ ഓഫീസ് മാറ്റിയിട്ട് അവിടത്തേക്ക് മാറ്റുന്നതാണ് പറഞ്ഞത്. പഴയത് പുതിയ ബിൽഡിങ്ങിലേക്ക് മാറ്റിയിട്ടില്ല. 115-180 വാഗ്ദാനങ്ങളും യാഥാർത്ഥ്യമാകുകയാണ് ഈ ചെയർപേഴ്സൺ കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. അത് ഇവിടെ ഈ കാര്യങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് അത് വെച്ച് നോക്കുമ്പോൾ ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓൺലൈനാണ്. 115-ന് 109 നടപ്പാക്കിയതാണ്. 109 ആണെങ്കിൽ നമ്മളിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരു 110-ാമത്തെ കാര്യമായിട്ട് പരിഗണിച്ചാൽ മതി. ബാക്കി 109 ഏതാണെന്നുള്ള അവർ വിശദീകരിച്ചോട്ടെ. 110-ാമത്തെ കാര്യമായിട്ട് വടകരയുടെ ഇപ്പോൾ സസ്യസുമായിട്ട് പറഞ്ഞ കാര്യങ്ങളാണ്. ഇനി നമുക്ക് 110 അങ്ങോട്ട് എടുക്കാം. ബാക്കിയുള്ള 109 എന്താണെന്നുള്ള അവർ വിശദീകരിക്കട്ടെ. ഏതെല്ലാം ഈ 1, 2, 3, 4 എന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ ഒരു 110-ാമത്തെ കാര്യമായിട്ട് പരിഗണിച്ചിട്ട് ചെയ്തെന്ന മുൻഗണനയില് അഴുക്കുചാൽ പദ്ധതി വന്നിട്ടില്ല, പഴയ ബസ് സ്റ്റാൻഡ് വന്നിട്ടില്ല, ഇവിടുത്തെ ട്രാഫിക് ബ്ലോക്ക് വന്നിട്ടില്ല, പുതിയ ബസ് സ്റ്റാൻഡ് വന്നിട്ടില്ല, അതുപോലെ അറവുശാല വന്നിട്ടില്ല, തെരുവ് നായ നിയന്ത്രിക്കൽ വന്നിട്ടില്ല. കഴിഞ്ഞ 5 വർഷമായിട്ട് മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിൽ ഉപ്പുവെള്ളമാണ് കയറുന്നത്. അത് പെരിഞ്ചേരിക്കടവ് ഇതിൻ്റെ റെഗുലേറ്റർ കം ബ്രിഡ്ജിൻ്റെ വിഷയമാണ് അതേ സംഗതി പറയുന്നത്. അതിനൊരു ഇടപെടലുണ്ടായിട്ടില്ല. ഈ 2 വർഷമായിട്ട് അവിടെ ശ്മശാനത്തിൽ സംസ്കാരം നടക്കുന്നില്ല. ഇപ്പം ബാക്കി ഏതാണ് ഈ 109 എന്ന് അവരാണ് വിശദീകരിക്കുന്നത്. ഇതൊക്കെ 110-109 ശേഷം മുൻഗണനയിൽ വരേണ്ട കാര്യങ്ങൾ പ്രധാനപ്പെട്ട കാര്യങ്ങളും ഓരോ തെരഞ്ഞെടുപ്പിലും പ്രകടന പത്രികയുടെ പുറഞ്ചട്ടം മാറ്റുക എന്നുള്ള നിലപാട് മാത്രം. അല്ലാണ്ട് മറ്റൊരു കാര്യം പറഞ്ഞത് അവര് ഭവന പദ്ധതി 700 ചില്ലാണ് ആളുകൾക്ക് കൊടുത്തു എന്നാണ്. 2021 ശേഷം നഗരസഭയിൽ PMAYയിൽ ഭവന പദ്ധതിക്ക് അപേക്ഷ പോലും ക്ഷണിച്ചിട്ടില്ല. മുഴുവൻ ആളുകൾക്കും വീട് നൽകിയെന്ന് പറയുന്നത്. 100 കണക്കിന് ആളുകൾ ഈ അപേക്ഷ കാത്തിരുന്നുണ്ട്. എല്ലാ വാർഡുകളിലുണ്ട് എപ്പോഴാണ് അപേക്ഷ ക്ഷണിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ പൂർണ്ണമായ ആളുകൾക്ക് വീട് നൽകിയെന്ന് പറയുന്നത് തെറ്റായ ഒരു വസ്തുതയാണ്. ഒട്ടേറെ ആളുകൾ ഇപ്പോൾ ഈ 5 വർഷത്തിനിടയിൽ തന്നെ ഓരോ വാർഡിലും 100 കണക്കിന് ആളുകൾ ഈ ഭവന പദ്ധതിയുടെ അപേക്ഷ കാത്തിരിക്കുകയാണ്. PMAY പദ്ധതി ലാസ്റ്റ് അപേക്ഷ ക്ഷണിച്ചത് 2020-ലാണ്. അപ്പോൾ ഈ കാലയളവ്, ഈ ഭരണസമിതിയുടെ കാലയളവിൽ എത്ര വീട് നൽകിയെന്നാണ് പറയുന്നത്? സ്ഥിരമായിട്ട് പറയാൻ വിഷയങ്ങളിൽ ഇപ്പം ലിങ്ക് റോഡിൻ്റെ പ്രശ്നം. ഇപ്പം നമ്മളിപ്പോൾ ഇലക്ഷൻ എടുക്കുന്ന ഏത് ഇലക്ഷൻ ആയാലും ലിങ്ക് റോഡിൻ്റെ ഒരു വിഷയം ഉണ്ടാകുന്നുണ്ട്. പിന്നെ അതേപോലത്തെ ഇവിടെ ബ്ലോക്ക്, പിന്നെ ഈ രാത്രി കാലങ്ങളിൽ ഇവിടെ ആൾക്കാർ എത്തുന്നതിനാണ്. ഇപ്പം ഈ പ്രാവശ്യം UDF അധികാരത്തിൽ വരികയാണെങ്കിൽ ഈ ലിങ്ക് റോഡിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ പറഞ്ഞ ബ്ലോക്കിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ഈ രാത്രി ആൾക്കാർ എത്തിക്കാനുള്ള കാര്യത്തിൽ അതിനുള്ള എന്തെങ്കിലും മാർഗരേഖകൾ അങ്ങനെ എന്തെങ്കിലും നിലവിൽ ഇപ്പം കയ്യിലാണ്? നമ്മൾ പ്രകടന പത്രികയിൽ അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ലിങ്ക് റോഡിൻ്റെ അവസ്ഥ പഠിച്ചുകൊണ്ട് ആ വളവുകൾ നികർത്തി ആളുകൾക്ക് ഉപയോഗിക്കുന്ന തരത്തിലേക്ക് ലിങ്ക് റോഡ് എങ്ങനെ മാറ്റാൻ പറ്റുമെന്നുള്ളത് നമ്മൾ വിദഗ്ധ പരിശോധന നടത്തിയിട്ട് അതിൻ്റെ സാധ്യതകൾ ഉപയോഗിച്ചിട്ട് ചെയ്യും. ഈ 5 വർഷത്തിനുള്ളിൽ തന്നെ പൂർത്തിയാക്കും. അതോടൊപ്പം തന്നെ ഈ പഴയ ബസ് സ്റ്റാൻഡ് ഭാഗത്തുള്ള ഈ ഗതാഗതക്കുരുക്കും വ്യാപാര മാന്ദ്യവും ബാധിക്കാൻ വേണ്ടി നേരത്തെ തന്നെ പദ്ധതി ഉണ്ടായിരുന്നു. ആ JT റോഡ് കുളത്തിൻ്റെ അവിടെ മുതൽ എടോടി വരെയുള്ള ഒരു റോഡ് വൈഡനിങ്ങും അതുപോലെ കോട്ടപ്പറമ്പ് നവീകരണം. കോട്ടപ്പറമ്പിൽ ഞങ്ങൾ പ്രകടന പത്രിക കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്.
മഹാത്മാഗാന്ധി ഉൾപ്പെടെ പ്രസംഗിച്ച ആ കോട്ടപ്പറമ്പ് മൈതാനത്തിൻ്റെ ചരിത്ര പ്രാധാന്യം ഉൾപ്പെടുത്തിക്കൊണ്ട് അവിടെ ഒരു ഗാന്ധി പാർക്ക് സ്ഥാപിക്കുകയും കൗമുദി ടീച്ചറുടെ സ്മാരകം പണിയുകയും അതൊരു ആളുകൾക്ക് വടകരയിലെ ജനങ്ങൾക്ക് വൈകുന്നേരങ്ങളിൽ വന്നിരിക്കാനും സാംസ്കാരിക പ്രവർത്തനത്തിന് അനുയോജ്യമായ രൂപത്തിലാക്കുകയും പഴയ ബസ് സ്റ്റാൻഡ് നവീകരണത്തിൻ്റെ ഭാഗമായി അവിടെ വലിയൊരു റെഫറൻസ് ലൈബ്രറി സ്ഥാപിച്ചുകൊണ്ട് ഈ ജനങ്ങളെ വടകരയിലേക്ക് ആകർഷിക്കുന്ന തരത്തിലേക്ക് പട്ടണത്തിനെ മാറ്റാനുള്ള വിദഗ്ധമായ ഒരു സംവിധാനമാണ് ഈ UDF RMPI മുന്നോട്ട് പ്രകടന പത്രികയിൽ ഏറ്റവും പ്രധാനമായിട്ട് മുന്നോട്ട് വെക്കുന്നത്. ഇപ്പം ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ദീർഘകാലം 65 വർഷത്തിലേറെ ഭരണം നടത്തിയ LDFൻ്റെ നേട്ടങ്ങൾ വടകരക്കാർക്ക് ദൃശ്യമാണ്. ഒരവസരം ഞങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ 5 വർഷം കൊണ്ട് വിലയിരുന്ന തരത്തിൽ നമ്മുടെ MLA MP സർക്കാർ സംസ്ഥാന സർക്കാരുകളുടെ എല്ലാ സാധ്യതകളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വടകര പട്ടണത്തെ പഴയകാല പ്രതാപം അതുപോലെ പുതിയ കാലത്തിനനുസൃതമായ മാറ്റത്തിൻ്റെ തുടക്കം കുറിക്കും. യാതൊരു സംശയവും വേണ്ട. തുടർച്ചയായി അധികാരം കിട്ടുമ്പോൾ ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല, സ്വാഭാവികമായിട്ടും വീണ്ടും അധികാരം കിട്ടും എന്നുള്ളൊരു ആലസ്യമാണ് ശരിക്ക് വടകര പട്ടണത്തെ നശിപ്പിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൻ്റെ മേൽപ്പാളികൾ പൊളിഞ്ഞു വീഴുന്ന സാഹചര്യം നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടാവും. 50 വർഷമായിട്ട് യാതൊരു തരം നവീകരണവും ഈ പഴയ ബസ് സ്റ്റാൻഡിനകത്തില്ല. ഒരു ബസ് സ്റ്റാൻഡിന് അപ്പുറത്ത് ഒരു റോഡിൽ വേറൊരു ബസ് സ്റ്റാൻഡ് ഉള്ളത് കേരളത്തിൽ ഒരു നഗരത്തിലുണ്ടാവില്ല. ഈ നഗരസഭയിൽ വെൽഫെയർ പാർട്ടിയുമായിട്ടുള്ള ധാരണ കൂടുതൽ സീറ്റുകൾ കിട്ടും എന്നുള്ള പ്രതീക്ഷയാണ്. വെൽഫെയർ പാർട്ടിക്ക് വടകരയിൽ വലിയൊരു ശക്തിയായിട്ട് ഞങ്ങൾ മനസ്സിലാക്കുന്നില്ല. വെൽഫെയർ പാർട്ടിക്ക് വടകര മുനിസിപ്പാലിറ്റിയിൽ അത്രയധികം വോട്ട് ബാങ്കുള്ളൊരു സംവിധാനം നല്ലതാണ്. 18ാം വാർഡിലെ ഫൗസിയ ടീച്ചറില്ല, അവര് സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയായിട്ട് ഒരു വെൽഫെയർ പാർട്ടി നേതാവാണെന്നുള്ളത്. അതിൽ വെൽഫെയർ പാർട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നെ ഇപ്പോൾ ഒരു പൊളിറ്റിക്കൽ ഡിസ്കഷൻ കേരളത്തിൽ എല്ലാ മേഖലയിലും നടക്കുന്നുണ്ട്. അതിപ്പം വെൽഫെയർ പാർട്ടി UDFന് പിന്തുണ കൊടുക്കാൻ തീരുമാനിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ ചർച്ച കേരളത്തിൽ ഉയർന്നു വന്നത്. വെൽഫെയർ പാർട്ടി അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിൽ നിന്നും ഇന്നലെ ഉണ്ടായ ഒരു സംവിധാനമൊന്നുമല്ലല്ലോ. വളരെ നേരത്തെ തന്നെ വെൽഫെയർ പാർട്ടി അവരുടെ രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ വെൽഫെയർ പാർട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള രാഷ്ട്രീയ ചോദ്യങ്ങൾ ഉയർന്നു വരുന്നത് വെൽഫെയർ പാർട്ടി വ്യത്യസ്തമായൊരു രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചു എന്നുള്ളതാണ്. കഴിഞ്ഞ കാലങ്ങളിൽ വ്യത്യസ്തമായി വെൽഫെയർ പാർട്ടി ഇതുവരെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം UDFൻ്റെ മുന്നണിയല്ല, അല്ലേ? അല്ല, UDFൻ്റെ മുന്നണിയല്ല. നിലവിലുള്ള ഒരു ഇന്ത്യൻ സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നത് പിന്നെ വെൽഫെയർ പാർട്ടി ഉൾപ്പെടെ ഒരു ജനാധിപത്യ മതനിരപേക്ഷ കക്ഷികൾ രാജ്യത്ത് നിലനിൽക്കണം എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാവാം അവരങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചത് എന്നാണ് രാഷ്ട്രീയമായി നമ്മൾ മനസ്സിലാക്കുന്നത്. നിലവിലിവിടെയും RMPയും UDFും ചേരുന്ന RMPയും നിലവിൽ UDFൻ്റെ മുന്നണിയല്ല, ഞങ്ങളും സ്വതന്ത്രമായി നിൽക്കുകയാണ്. അപ്പോൾ RMP നിൽക്കുന്ന സ്പേസിൽ പോലും വെൽഫെയർ പാർട്ടി നിലവിലും UDFൻ്റെയോ ഈ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിൻ്റെയോ ഭാഗമല്ല. അങ്ങനെയാണെങ്കിൽ അത് തുറന്നു പറയാം. അതൊരു നയപരമായ പ്രശ്നമാണ്. വടകര മുനിസിപ്പാലിറ്റിയിൽ മാത്രം ഉണ്ടായ പ്രത്യേകമായ സാഹചര്യമല്ല. RSS അതുപോലെ SDPI ഉൾപ്പെടെയുള്ള തീവ്ര മത ഗ്രൂപ്പുകൾ ഒഴികെ മതേതര ബോധം ഉയർത്തിപ്പിടിക്കുന്ന മുഴുവൻ മനുഷ്യരും ചേർന്ന് നിൽക്കേണ്ട ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് രാജ്യത്തുടനീളം നിൽക്കുന്നതെന്നാണ് രാഷ്ട്രീയമായി നമ്മൾ മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായിട്ടും അതിനെ അങ്ങനെ കണ്ടാൽ ഇപ്പോൾ വെൽഫെയർ പാർട്ടിക്ക് പ്രത്യേകമായി പിന്തുണയില്ല. അപ്പോൾ ഫൗസിയ ടീച്ചർ വെൽഫെയർ പാർട്ടിയുടെ പ്രവർത്തകയാണെന്നുള്ള കാര്യം തർക്കമില്ല. അവരവിടെ സ്വതന്ത്രമായി മത്സരിക്കുന്നു. സ്വാഭാവികമായിട്ടും അവർക്ക് UDF പിന്തുണ കൊടുക്കുന്നു. അതിലങ്ങനെയേ കാണേണ്ടതുള്ളൂ. വെൽഫെയർ പാർട്ടിയുമായി വേറെ തരത്തിലുള്ള പ്രത്യേകമായ രാഷ്ട്രീയ ധാരണ ഉണ്ടാക്കാൻ മാത്രമുള്ള ഒരു പൊളിറ്റിക്കൽ ഫോഴ്സാണ് വടകരയിൽ എന്നുള്ള നിലക്ക് നമ്മളതിനെ കാണുന്നില്ല. ഈ വെൽഫെയർ പാർട്ടി എന്ന് പറയുന്ന പാർട്ടി ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ വിഭാഗമാണെന്ന് നടന്നുകൊണ്ടുകൊണ്ടാണോ ഇങ്ങനെ പറയുന്നത്? ഞാൻ 2015 കോഴിക്കോട് ജില്ലയിൽ വെൽഫെയർ പാർട്ടി LDF ഉണ്ടാക്കിയ സഖ്യമുള്ള പഞ്ചായത്തുകളാണ് വേളം പഞ്ചായത്ത്, വാണിമേൽ പഞ്ചായത്ത്, മരുതോങ്കര പഞ്ചായത്ത്, നടുവണ്ണൂർ പഞ്ചായത്ത്, തുറയൂർ പഞ്ചായത്ത്, കൊടുവള്ളി മുനിസിപ്പാലിറ്റി, മുക്കം മുനിസിപ്പാലിറ്റി, പുതുപ്പാടി പഞ്ചായത്ത്, പെരുവൽ പഞ്ചായത്ത്, ചാത്തമംഗലം പഞ്ചായത്ത്, കോടഞ്ചേരി പഞ്ചായത്ത്, കാരശ്ശേരി പഞ്ചായത്ത് കോഴിക്കോട് ജില്ലയിൽ മാത്രമാണ്. അപ്പോൾ വെൽഫെയർ പാർട്ടിയെ സഖ്യകക്ഷി ഭരണം നടത്തി മുക്കം മുനിസിപ്പാലിറ്റിയിൽ ഒന്നിച്ച് ഭരണം നിർവഹിച്ച
സാഹചര്യമൊക്കെ നമുക്ക് മനസ്സിലാവും. വെൽഫെയർ പാർട്ടി UDFൻ്റെ കക്ഷിയായിട്ടില്ല, LDF ആണ് നേരത്തെ സഹകരിച്ചത്. പിന്നീട് വെൽഫെയർ പാർട്ടി CPM ആയിട്ട് ഇടഞ്ഞ് UDFന് പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രചരണമാണത്. ഇവിടെ ആ നിലയിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ അക്കാര്യം മനസ്സിലാക്കുന്നത്. 2020 ഈ LDF ആയിട്ടുള്ള സഖ്യം പോലെ ഇത്തവണ ഇല്ല, UDF ആയിട്ടില്ല എന്നാണ് തോന്നുന്നത്. അതേ രീതിയിൽ ഒന്നുമില്ല, ഇല്ല, സഖ്യകക്ഷിയായിട്ട് മത്സരിക്കുന്നില്ല. പല സ്ഥലത്തും അങ്ങനെ പ്രാദേശികമായ ചില RMPI പിന്തുണക്കുന്ന വെൽഫെയർ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞിട്ടാണ് ബോർഡുകൾ. എവിടെ അങ്ങനെ ബോർഡ് ഇടാവുന്ന വെൽഫെയർ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഞാൻ കണ്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥി ബോർഡ് ഞാൻ മനസ്സിലാക്കുന്ന അറിയില്ല കേട്ടോ. അല്ല, ഞാൻ പറഞ്ഞില്ലേ, അല്ലെങ്കിൽ ഫൗസിയ ടീച്ചർ നമ്മളൊരാളെയും പൊളിറ്റിക്കൽ ഐഡന്റിറ്റിയെ മറച്ചു വെക്കേണ്ടില്ല. ഫൗസിയ ടീച്ചറെ നിങ്ങൾക്കറിയുന്ന പോലെ തന്നെ നമുക്കും അറിയാം. അവർ വെൽഫെയർ പാർട്ടിയിൽ അനുഭാവിയോ അവരുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുമാണ്, അതിൽ തർക്കമൊന്നുമില്ല. ഇവിടെ വെൽഫെയർ പാർട്ടിയുമായി UDF RMPയോ ഇവിടെയുള്ള തെരഞ്ഞെടുപ്പ് സഖ്യത്തിൽ രാഷ്ട്രീയമായി കക്ഷി ചേരുന്നുണ്ടോ ഇല്ലയോ എന്നതാണ് പ്രശ്നം. അവരവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായാണ് മത്സരിക്കുന്നത് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ആ സ്വതന്ത്ര സ്ഥാനാർത്ഥിത്വത്തിന് പിന്തുണ കൊടുക്കുന്നു. വെൽഫെയർ പാർട്ടി നിരുപാധികം UDFന് പിന്തുണ നൽകിയിട്ടുണ്ട്. അത് കേരളത്തിൽ മുഴുവൻ അവർ ആ നിലപാട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ പിന്തുണയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ ഞാനോ അസീസ് മാഷോ ഇരുന്ന് ഡിസ്കസ് ചെയ്തിട്ട് അഭിപ്രായം പറയേണ്ട പ്രശ്നമല്ല. നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഈ പറയുന്ന തീവ്ര മത ഗ്രൂപ്പുകളുമായി, തീവ്ര മത രാഷ്ട്രീയ ഗ്രൂപ്പുകളുമായി വളരെ കൃത്യമായി UDFന് RMPക്ക് കൃത്യമായ സ്റ്റാൻഡുണ്ട്. മറ്റേത് കുറേയും കൂടെ വിശദമായ പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ്, വലിയ രാഷ്ട്രീയ മാനം എന്നുള്ള വിഷയമാണ്. അത് നമ്മളിവിടെ ഇരുന്ന് ചർച്ച ചെയ്ത് നമുക്ക് ഒരു പരിഹാരം കാണേണ്ടതോ പ്രശ്നമല്ല. പിന്നെ ഞാൻ പറഞ്ഞൊരു പ്രശ്നം ഇതാണ്, വെൽഫെയർ പാർട്ടി എന്ന് പറയുന്നത് അല്ലെ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നതെല്ലാം കേരള രാഷ്ട്രീയത്തിൽ ഇത്ര വലിയ ചർച്ചാ വിഷയമാവുന്ന ഘടകം എവിടെയാണെന്ന് വെച്ചാൽ വെൽഫെയർ പാർട്ടി ഇതുവരെ സ്വീകരിച്ചിരുന്ന, കാരണം അതാണ് പറഞ്ഞത്, ഇത് ഇന്നലെ നമ്മളെ ചർച്ച കാണുമ്പോൾ, ഇപ്പോൾ കേരളത്തിലെ ചർച്ച കാണുമ്പോൾ നമ്മൾ വിചാരിക്കും വെൽഫെയർ പാർട്ടി അല്ലെ ജമാഅത്തെ ഇസ്ലാമിക്ക് ഇന്നലെ ഉണ്ടായ ഒരു സംഗതിയാണ്. അല്ല, വളരെ വർഷങ്ങളായി അവരെടുക്കുന്ന ഒരു രാഷ്ട്രീയ നിലപാടുണ്ട്. അതിവിടെ ആർക്കും പ്രശ്നം ഉണ്ടായിരുന്നില്ല. അവർ വ്യത്യസ്തമായൊരു നിലപാട് സ്വീകരിക്കുന്നു. അവരങ്ങനെ നിലപാട് സ്വീകരിക്കുന്നതിൻ്റെ പിന്നിൽ നിലവിലുള്ള ഇന്ത്യൻ രാഷ്ട്രീയമായിട്ട് ഞാൻ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്നുള്ള ആൾ ഇന്ത്യയിലെ രാഷ്ട്രീയ സാഹചര്യമായിട്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നമുണ്ട്. ഇന്ത്യയിൽ നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾ നേരിടുന്ന ക്രൈസിസുമായി അതിന് പൊളിറ്റിക്കലായ ബന്ധമുണ്ട്. ഇതിനെയെല്ലാം നമ്മളെങ്ങനെ നോക്കിക്കാണണം എന്നുള്ളതിന് വേറൊരു മാനമുണ്ട്. സ്വാഭാവികമായിട്ടും അവരാ നിലപാട് സ്വീകരിക്കുന്നതിന് പിന്നിൽ അങ്ങനെ ചില മാനങ്ങൾ ഉണ്ടാവാം. അതിനോട് UDF എന്ത് സമീപനം സ്വീകരിക്കണം, RMP എന്ത് സമീപനം സ്വീകരിക്കണം എന്നുള്ളത് അതിൻ്റെ സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും ഒക്കെയുള്ള ലീഡർഷിപ്പ് എടുക്കേണ്ട പൊളിറ്റിക്കൽ നയപരമായ തീരുമാനത്തിൻ്റെ ഭാഗമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുവരെ UDFൻ്റെ മുന്നണിയുടെയോ UDFൻ്റെയോ ഭാഗമല്ല. പക്ഷേ UDFന് നിരുപാധികമായ പിന്തുണ അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് വസ്തുതയാണ്. ഇവിടെയും നിലവിൽ അങ്ങനെയാണെങ്കിൽ വെൽഫെയർ പാർട്ടിന്നും കൂടെ വെക്കും, RMPയുടെ കൂടെ ഒരു വരയിട്ട് വെൽഫെയർ പാർട്ടിന്നും കൂടെ വെക്കാനോ? അതിവിടെ ഇല്ലല്ലോ. ഇവിടെയും RMP UDF എന്ന് തന്നെയല്ലേ ഞങ്ങൾ മത്സരിക്കും. ഈ MLA ആയിട്ടുള്ള ഒരു പ്രശ്നമാണ്. MLA വളരെ നഗരസഭയിൽ വേണ്ടത്ര സഹകരണങ്ങളാണ്. ഈ വിഷയം ചെയർപേഴ്സണോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ചർച്ച ചെയ്യുക എന്താണ് എങ്ങനെയാണ് ഈ വിഷയം ഞങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ മറുപടി ഏത് അടിസ്ഥാനത്താണ് നിങ്ങൾ അങ്ങനെ പറയുന്നതാണ് ചോദ്യമാണ് ഉന്നയിക്കുന്നത്. സ്പെസിഫിക്കായി ഓരോ ഘട്ടത്തിലും നമ്മളത് ഉന്നയിച്ചിട്ടുണ്ട്. നമ്മളൊരു തെരഞ്ഞെടുപ്പിൻ്റെ ഫേസിൽ പറഞ്ഞല്ലോ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, MLA അവഗണിക്കപ്പെടുന്നത് ഏതെല്ലാം ഘട്ടങ്ങളിലായിരുന്നു. ആ ഘട്ടങ്ങളിലെല്ലാം UDFും RMPയും ഈ വിഷയം പൊതുമണ്ഡലത്തിൽ ഉയർത്തിയിട്ടുണ്ട്. പത്രമാധ്യമങ്ങളെ കണ്ടിട്ടുണ്ട്. UDFും RMPയും പരിപാടിയിൽ നിന്ന് വിട്ടുനിന്നിട്ടുണ്ട്. നഗരസഭാ കൗൺസിലിൽ പലതവണ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. ഇതേ ചെയർപേഴ്സൺ അതിന് സോറി പറഞ്ഞുകൊണ്ട് പത്രക്കാരോട് ഉൾപ്പെടെ സംസാരിച്ചിട്ടുണ്ട്. അതിൽ ആ ചോദ്യത്തിന് തന്നെ പ്രസക്തിയില്ല. ഏതെല്ലാം സ്പെസിഫിക് ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അവരതിനോട് തെറ്റ് പറഞ്ഞിട്ടുണ്ട്. തെറ്റ് പറ്റിപ്പോയി വീണ്ടും അത് ആവർത്തിക്കുകയാണ് ചെയ്തത് പല ഘട്ടങ്ങളിൽ. ഇപ്പോൾ ഞാൻ പറയാം, ഇപ്പോൾ നിലവിൽ നമ്മളുടെ ഇവിടെയുള്ള ഇതിൻ്റെ ജൂബിലി കുളത്തിൻ്റെ ഉദ്ഘാടനം നിങ്ങൾ അവിടെ നോക്ക്, അവിടെ അതിൻ്റെ ശിലാഫലം സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. ശിലാഫലം സ്ഥാപിക്കാൻ കഴിയാത്ത എന്താ? അത് നിലവിലുള്ള പ്രോട്ടോകോൾ പ്രകാരമല്ല അതുണ്ടായത്. മന്ത്രിമാർ പങ്കെടുത്ത നിരവധി പരിപാടികളുണ്ട്. സാധാരണ നിലയിൽ സാമാന്യമായി സംസ്ഥാന മന്ത്രിമാർ പങ്കെടുക്കുന്ന പരിപാടികളിൽ സ്ഥല MLA ഉണ്ടാവണം, സ്വാഭാവികമായിട്ടുണ്ടാവണം. ഇതുവരെ ഉണ്ടായിട്ടില്ല. നഗരസഭ നടത്തുന്ന വികസന സെമിനാറുകൾ എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും നടത്തുന്ന വികസന സെമിനാറുകളുണ്ട്. വികസന സെമിനാർ എന്ന് പറയുന്നത്
നഗരസഭയുടെ പൊതുവികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാനത്തിൻ്റെയും കേന്ദ്ര ഗവൺമെൻറ്റുകളുടെയും അല്ലെങ്കിൽ ഇതര സംവിധാനങ്ങളുടെയും വികസന സാധ്യതകൾ എങ്ങനെ ഒരു നഗരസഭയ്ക്ക് ഉപയോഗപ്പെടുത്താം എന്നുള്ള സാധ്യതകളാണ്. അതിനകത്ത് നിർബന്ധമായും ഒന്നുകിൽ MBAയോ MLAയോ ഒക്കെ ഇത്തരം പരിപാടികൾ ക്ഷണിക്കുകയും അവരുടെ സംഭാവന എങ്ങനെ നഗരസഭയ്ക്ക് സാധ്യമാക്കാൻ കഴിയുമെന്നുള്ള അന്വേഷണമാണ് ഇത്തരം വികസന സെമിനാറുകളുടെ അടിസ്ഥാനം. ഈ 5 വർഷമായി നടന്ന വികസന സെമിനാറിൽ ഏതെങ്കിലും ഒരു സെമിനാർ MLA ക്ഷണിച്ചിട്ടുണ്ടോ നിങ്ങൾ നോക്കൂ. സ്വാഭാവികമായിട്ടും MLA ക്ഷണിക്കാതെ നഗരസഭാ ചെയർപേഴ്സൺ തന്നെ ഉദ്ഘാടനം ചെയ്യുന്ന വികസന സെമിനാറുകൾ എങ്ങനെയാണ് ഒരു നഗരസഭയുടെ ഒരു അടിസ്ഥാനപരമായ മുന്നോട്ട് പോക്കിന് സംസ്ഥാന ഗവൺമെൻറ്റുകളുടെയോ ഇതര സാധ്യതകളെ ഉപയോഗപ്പെടുത്താനോ കൊണ്ടുവരാനോ കഴിയും? അതിനെല്ലാ വർഷവും കൗൺസിൽ ചെയ്യുന്നില്ലേ? എല്ലാ മാസവും കൗൺസിൽ ചെയ്യുന്നുണ്ടല്ലോ നഗരസഭാ ചെയർപേഴ്സൻ്റെ നേതൃത്വത്തിൽ. ഇവിടെ നടന്ന വികസന സെമിനാറുകളിൽ ഒരു നഗരസഭയുടെ ചെയർപേഴ്സൺ കഴിഞ്ഞാൽ തൊട്ട് മുകളിലുള്ള ഒരു ജനപ്രതിനിധി എന്നുള്ള നിലക്ക്, സാധ്യതയുള്ള നിയമനിർമ്മാണ സഭയിലേക്ക് പോകുന്ന പ്രതിനിധി എന്നുള്ള നിലക്ക്, MLA വന്നാലല്ലേ ഈ വികസന സെമിനാറുകളുടെ വികസനോന്മുഖമായ സാധ്യതകൾക്ക് എന്തെങ്കിലും സാധ്യതയുള്ളൂ. ഈ 5 വർഷത്തിൽ ഏതെങ്കിലും ഒരു സെമിനാറിൽ MLA ക്ഷണിച്ചോ നിങ്ങൾ വന്നിട്ടില്ലല്ലോ. എല്ലാ വികസന സെമിനാറുകളും ചെയർപേഴ്സണാണ് ഉദ്ഘാടനം ചെയ്തത്. ഇതിൽ കൂടുതൽ എന്താണ് സ്പെസിഫിക്കേഷൻ? ഇതുപോലെ പറഞ്ഞാൽ എനിക്ക് ഒരുപാടുണ്ട് പറയാൻ, അതിലേക്ക് കടക്കുന്നില്ല. അതെ, MLA വളരെ കൃത്യമായ നിലപാടെടുത്തല്ലോ. MLA നിലപാടെടുക്കാതെ പ്രശ്നമായിട്ടില്ലല്ലോ. MLA എടുത്ത നിലപാട് ഒന്ന്, ആ കളിസ്ഥലത്തെ സംരക്ഷിക്കാതെ ഉള്ള ഒരു വികസനവും സാധ്യമല്ല എന്നുള്ളതാണ് MLA തുടക്കത്തിൽ എടുത്ത നിലപാട്. MLA കളിസ്ഥലത്തെ സംരക്ഷിക്കാതെ ആ സ്കൂൾ കെട്ടിടത്തിൻ്റെ നിർമ്മാണം ഒരു കാരണവശാലും അവിടെ നടക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയായിരുന്നു MLAയുടെ നിലപാട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ ആ കളിസ്ഥലം നിൽക്കുന്ന സ്ഥലത്ത് കെട്ടിടം ആയിരുന്നു ആദ്യത്തെ പ്ലാൻ. അപ്പോൾ അതവിടെ സമരസമിതി ഉണ്ടായി. MLA കണ്ടു. MLA ഉൾപ്പെടെ ആ സമരസമിതിക്ക് അനുകൂലമായ നിലപാടെടുത്തു. അതിൻ്റെ ഭാഗമായി MLA നേരിട്ട് വിദ്യാഭ്യാസ മന്ത്രിയെ കണ്ടു. എന്താണ് ബദൽ സാധ്യത എന്നുള്ളത് അന്വേഷിച്ച സമയത്ത് പിന്നീട് ആ കെട്ടിടം ഡയറ്റിന് സ്ഥലമുണ്ട് അവിടെ അപ്പുറത്ത്. അങ്ങനെ ഡയറ്റിൻ്റെ സ്ഥലം ഉപയോഗപ്പെടുത്താൻ പറ്റൂ എന്നുള്ള അന്വേഷണം നടത്തി. MLA വിദ്യാഭ്യാസ മന്ത്രിക്ക് കത്ത് നൽകി. ഈ ഡയറ്റിൻ്റെ സ്ഥലം ഈ കെട്ടിടം നിർമ്മിക്കുന്നതിന് വേണ്ടി അനുവദിച്ചു തരണം. സ്വാഭാവികമായിട്ടും അത് ചോദിച്ച സമയത്ത് വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് കിട്ടിയ മറുപടി എന്ന് പറയുന്നത്, ഡയറ്റ് എന്ന് പറയുന്നത് കോഴിക്കോട് ജില്ലയുടെ മുഴുവൻ വിദ്യാഭ്യാസ പരിശീലന കേന്ദ്രമാണ്. സ്വാഭാവികമായിട്ടും ആ സ്ഥലം എന്ന് പറയുന്നത് പ്രത്യേകമായി വിട്ടുതരാൻ കഴിയില്ല. അതിന് ഡയറ്റിനെ തന്നെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഒരു വലിയ ജില്ലാ കേന്ദ്രമായി അതിനെ വളർത്തുക എന്ന് പറയുന്ന പദ്ധതി ഭാവിയിൽ വരുന്നുണ്ട്. വിട്ടുതരാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ 2-3 ഘട്ടങ്ങളിലായി ഉദ്യോഗസ്ഥരെയും ഈ സൊസൈറ്റിയുടെയും അതുപോലെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെയും എല്ലാ യോഗങ്ങളും വിളിച്ചു ചേർത്തു. എങ്ങനെയാണ് ഈ കളിസ്ഥലത്തെ നിലനിർത്തിക്കൊണ്ട് അവിടെ കെട്ടിട നിർമ്മാണം നടത്താൻ സാധ്യമാവുക എന്നുള്ള നിലക്കുള്ള അന്വേഷണമാണ് MLAയുടെ നേതൃത്വത്തിൽ നടന്നത്. സമരസമിതിയുമായും പലവട്ടം ചർച്ച നടത്തിയിട്ടുണ്ട്. പിന്നീട് അത് നടത്താൻ സാധ്യമല്ല എന്ന ഘട്ടം വന്ന സമയത്ത് വീണ്ടും വിദ്യാഭ്യാസ വകുപ്പ് ഡിസ്കസ് ചെയ്തു. ഒടുവിൽ ഏറ്റവും അവസാനം MLAയുടെ നേതൃത്വത്തിൽ തന്നെയാണ് അവിടെ വീണ്ടും യോഗം വിളിച്ചു ചേർത്തത്. വിളിച്ചു ചേർക്കാനുണ്ടായ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, ഒരു സർക്കാർ സ്കൂളാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു സർക്കാർ സ്കൂളാണ്. സർക്കാർ സ്കൂളിന് വേണ്ടി പാസ്സായി കിടക്കുന്ന ഫണ്ടുണ്ട്. പുത്തൂർ സ്കൂളിനെ സംബന്ധിച്ച് അവിടെ എല്ലാ വർഷവും കുട്ടികൾ ചേരാൻ വന്നിട്ട് സീറ്റില്ലാതെ, പഠന സൗകര്യമില്ലാതെ, ക്ലാസ് റൂമുകളില്ലാതെ, കുട്ടികളെ ചേർക്കാൻ കഴിയാതെ മടങ്ങിപ്പോകുന്ന അവസ്ഥയാണ്. ഒരു സർക്കാർ സ്കൂൾ നിലനിൽക്കുകയും ആ സർക്കാർ സ്കൂളിൽ പരമാവധി കുട്ടികൾ എത്തിച്ചേരുകയും ചെയ്യുക എന്ന് പറയുന്നതാണ് പൊതുവേ ഉണ്ടാവേണ്ട ഒരു കാഴ്ചപ്പാട് എന്നുള്ള നിലക്കാണ് നമ്മളതിനെ കണ്ടത്. അപ്പോൾ ഈ ബിൽഡിങ്ങിന് വേണ്ടി അനുവദിച്ച ഫണ്ട് ലാപ്സായി പോകാൻ പാടില്ല, എന്നാൽ അതേസമയം കളിസ്ഥലം നഷ്ടപ്പെടാനും പാടില്ല. ആ നിലയിൽ എൻജിനീയേഴ്സുമായെല്ലാം ചർച്ച നടത്തി. അങ്ങനെ കളിസ്ഥലത്തിന് വലിയ രൂപത്തിൽ കേടുപാട് സംഭവിക്കാത്ത വിധം കെട്ടിട നിർമ്മാണം നടത്താം എന്നുള്ള നിലക്ക് അതിനെ പുനരാലോചിച്ചു. ആ കളിസ്ഥലത്തെ കൂടുതൽ സംരക്ഷിക്കുന്ന തരത്തിൽ ഉള്ള നിലപാടെടുത്തിട്ടാണ് ഇപ്പോൾ ആ കെട്ടിട നിർമ്മാണം, അത് സമരസമിതിയെയും കൂടെ ബോധ്യപ്പെടുത്തിയിട്ടാണ് അവരുമായിട്ട് പലവട്ടം ചർച്ച നടത്തിയിട്ടുണ്ട്. സമരസമിതിക്ക് ബോധ്യപ്പെട്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ പല തർക്കങ്ങളുണ്ടാവാം. പക്ഷേ ഇങ്ങനെയാണ് ആ കെട്ടിട നിർമ്മാണത്തിൽ ഈ പറയുന്ന ഈ പ്രോസസ്സുകളെല്ലാം ഇതിനിടയിൽ നടന്നിട്ടുണ്ട്. ഇപ്പം നിലവിൽ കാരണം 2 പ്രശ്നമാണ് നമ്മുടെ മുമ്പിൽ വന്നത്. ഒന്നൊരു ഗവൺമെൻറ് സ്കൂളാണ്. ആ ഗവൺമെൻറ് സ്കൂളിൻ്റെ വികസനം എന്ന് പറയുന്നത് നാടിൻ്റെയും ഭാവിയുടെയും വികസനമാണ്. അവിടെ പഠന നിലവാരം കൊണ്ട് തന്നെ കുട്ടികൾ അവിടെ നിരന്തരമായി വന്ന് ചേർന്ന് അവസാനം അഡ്മിഷൻ ക്ലോസ് ചെയ്ത് കുട്ടികൾക്ക് ചേരാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവും. ക്ലാസ് റൂമുകൾ ഇല്ലാത്ത അവസ്ഥ ഉണ്ടാവും. സ്വാഭാവികമായിട്ട് ഒരു പൊതുവിദ്യാലയം എന്നുള്ള നിലയ്ക്ക് ആ സ്കൂളിന് സർക്കാർ അനുവദിച്ച ഫണ്ട് ലാപ്സായിക്കൂടാ എന്നുള്ളൊരു സ്റ്റാൻഡ് അവിടെ ഉണ്ട്. എന്നാൽ ഒരു കളിസ്ഥലം എന്നുള്ള നിലയ്ക്ക് അത് നഷ്ടപ്പെട്ടുകൂടാ എന്നുള്ള അവസ്ഥയുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഈ നിലയിലാണ് MLA ഉൾപ്പെടെ അതിനകത്ത് സ്റ്റാൻഡ് എടുത്തിട്ടുള്ളത്. അതിനകത്ത് പലപ്പോഴും ഈ
ഞാനതിലേക്ക് കടക്കുന്നില്ല. ഈ രണ്ട് തരം ഗെയിമുകൾ ഇതിനകത്തും പല ഘട്ടങ്ങളിൽ നടത്തിയിട്ടുണ്ട്. MLA ആണ് ഇത് പിന്നെ കൊണ്ടുവരുന്നത്, നടപ്പിലാക്കുന്നു, കളിസ്ഥലം ഉണ്ടാക്കുന്നു ഒക്കെ പറഞ്ഞിട്ടുള്ള ചർച്ചകൾ പല ഘട്ടത്തിലും. അതിലേക്ക് ഞാൻ പോകുന്നില്ല, അങ്ങനെ ഒരു രാഷ്ട്രീയ തർക്കത്തിലേക്ക് ഞാൻ പോകുന്നില്ല. സത്യത്തിൽ ഇത് രണ്ടും ആവശ്യമാണ് എന്നുള്ളതാണ് ഒരു പ്രശ്നം. അവിടെ കളിസ്ഥലം നഷ്ടപ്പെടില്ല. കളിസ്ഥലത്തിൻ്റെ ചെറിയ ഭാഗം ഇപ്പോൾ ഈ കെട്ടിട നിർമ്മാണത്തിന് വേണ്ടി എടുത്തിട്ടുണ്ട്. അത് പരമാവധി എടുക്കാതിരിക്കാൻ ഡയറ്റിൻ്റെ സ്ഥലത്തിന് വേണ്ടി വലിയ ശ്രമം MLA നടത്തിയിട്ടുണ്ട്. പല വട്ടം വിദ്യാഭ്യാസ മന്ത്രിയുമായിട്ട് തന്നെ നേരിട്ട് കണ്ട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ അത് സാധ്യമല്ലാത്ത ഘട്ടം വന്നപ്പോൾ പൊതുവിദ്യാലയം എന്നുള്ള നില സ്കൂൾ നിലനിൽക്കേണ്ടതുണ്ട്. ഇതും കളിസ്ഥലം വികസിപ്പിക്കാനുള്ള സാധ്യത എന്താണോ അത് ഭാവിയിൽ കൂടുതൽ സ്ഥലം ആവശ്യമെങ്കിൽ അതും ചെയ്യും. MLA തുടരുക. കളിക്കളം മാറ്റിയിട്ട് അവിടെ കെട്ടിടം പണിയാന്നുള്ള ഗവേഷണം നടത്തുന്നവരാണ് മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത്. കാരണം നമ്മുടെ ഇപ്പോൾ മുനിസിപ്പൽ ഷോപ്പിംഗ് കോംപ്ലക്സ് വന്ന ആ സ്ഥലം മുമ്പ് വടകരയിൽ ഫെഡറേഷൻ കപ്പ് വോളിബോൾ നടന്ന സ്ഥലം. വടകരയിലെ ഒരു നല്ലൊരു കളിസ്ഥലമായിരുന്നു ഒന്ന്. രണ്ടാമതിപ്പം BOT കെട്ടിടം വന്ന സ്ഥലമുണ്ടല്ലോ, അവിടെയും ഈ കെട്ടിടം വന്ന് 10 വർഷമായിട്ട് അവിടെയും വലിയൊരു കളിസ്ഥലം. അപ്പോൾ കളിസ്ഥലം എങ്ങനെ മാറ്റി അവിടെ എങ്ങനെയൊക്കെ കെട്ടിടങ്ങൾ വെറുതെ കെട്ടിടങ്ങൾ പണിയാമെന്ന നിലവാരത്തിൽ അതിന് ഗവേഷണം നടത്തുന്നവരാണെന്നാണ് ഈ RMP സ്ഥാനാർത്ഥി ഷാജിത്ത്, ഇപ്പം വിമതനായിട്ട് ആസാദ്, അതേപോലെ ഇപ്പം ഫൈസൽ മാഷ്ക്ക് നാസർ, ഇപ്പം ഇവരെല്ലാം മത്സരിക്കുന്നത് ഇവരെ ജയസാധ്യതയ്ക്ക് ഭീഷണിയായിട്ട് വോട്ടിൽ 2 വാർഡിലും ഞങ്ങളെ വിലയിരുത്തൽ പ്രകാരം ഈ വിമത റിബൽ സ്ഥാനാർത്ഥികൾ UDFൻ്റെ RMPയുടെ സ്ഥാനാർത്ഥികളുടെ വിജയ സാധ്യതയ്ക്ക് ഒരു പോറൽ ഏൽപ്പിക്കില്ല. രണ്ടാം വാർഡിലും 27-ാം വാർഡിലും സ്ഥാനാർത്ഥികൾ നല്ല ഭൂരിപക്ഷത്തിൽ. ഈ 2-ാം വാർഡിൽ പിന്നെ ഫൈസൽ മാസ്റ്റർ എന്ന് പറയുന്ന ഒരാൾ ഒരു CPMൻ്റെ റബൽ മത്സരിക്കുന്നു. അങ്ങനെയുണ്ട്. അത് മനസ്സിലായിട്ടുണ്ടോ? CPMൻ്റെ റബലായിട്ട് അവിടെ 2-ാം വാർഡിൽ ഫൈസൽ മാസ്റ്റർ അവിടെ ചോളമ്പയിലുള്ള അവിടെ പാർട്ടിയുടെ ഫേസ്ബുക്കിലൊക്കെ അദ്ദേഹത്തിൻ്റെ പാർട്ടി പ്രവർത്തനത്തെ രീതിയെക്കുറിച്ചും അയാളുടെ പാർട്ടിയുടെ നിലപാടിനെക്കുറിച്ചും അയാൾ CPM ആണെന്ന് വ്യക്തമാക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അവിടെ CPM ആണ്, അതായത് CPIക്ക് അവിടെ സീറ്റ് കൊടുത്തപ്പോൾ ആ CPIക്ക് കൊടുത്ത സീറ്റ് വാർത്ത ചില കേരളയുമായി ബന്ധപ്പെട്ട ചില സമരങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് മത്സരിക്കുന്ന സ്ഥാനാർത്ഥിക്ക് എതിരായിട്ടുള്ള ഒരു നീക്കം അവിടെ CPMൻ്റെ ഭാഗത്ത് ഉണ്ടായി. 2 ബ്രാഞ്ച് കമ്മിറ്റികൾ അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം ഇവിടെ സൂചിപ്പിക്കാം. UDF അധികാരത്തിൽ നിന്നാണ് പറയുന്നത്. അങ്ങനെ വന്നാൽ മുൻഗണന നൽകി നടപ്പിലാക്കുന്ന ആദ്യത്തെ പദ്ധതി ആദ്യത്തെ പദ്ധതിയാണ് ജനങ്ങൾക്ക് ഏറ്റവും ശുദ്ധമായ ജലം കൊടുക്കുന്നതായി. കുടിവെള്ള വിതരണം നിലവിലുള്ള പ്രതിസന്ധികളെ മറികടന്ന് കാര്യക്ഷമമാണ്. അതാണ് ഏറ്റവും പ്രധാനം. CPMൻ്റെ 2 ഏരിയ കമ്മിറ്റി അംഗങ്ങളും 3 വൈസ് ചെയർമാരും മത്സരങ്ങൾ, അതായത് LDFൻ്റെ ഭാഗത്ത് പലയിടത്തുള്ള ലീഡേഴ്സ് ഉണ്ട്. പക്ഷെ അതേപോലെ ഇപ്പോൾ PSL, BPSCC അതുപോലുള്ള നേതാക്കന്മാരൊന്നും UDFൻ്റെ ഭാഗത്ത് നിന്ന് മത്സരിക്കില്ല. അത് നിങ്ങളെ ഒരു നിരാശ കൊണ്ടാണോ എന്താണ് അല്ലാതെ ഒരു ഞങ്ങൾ UDFൻ്റെ ഭാഗത്തുനിന്നും അതുപോലെ RMPൻ്റെ ഭാഗത്തുനിന്ന് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ പരിണിത പ്രജ്ഞരാണ്. അവരെന്തുകൊണ്ട് ആ പ്രദേശത്തും വളരെ ജനകീയ ബന്ധമുള്ളവരാണ്. നല്ല ഒരു പൗരബോധമുള്ള ആളുകളെയാണ് ഈ പ്രാവശ്യം നമ്മൾ സ്ഥാനാർത്ഥിയാക്കിയിട്ടുള്ളത്. ഇതിന് പിന്നെ ഈ മുനിസിപ്പൽ ചെയർമാനാകാനും പിന്നെ ഇതൊന്നും വേണ്ടിയില്ല ഇക്കാലത്ത്. അത് ജനങ്ങളുമായിട്ടുള്ളൊരു ആത്മബന്ധം. വടകര പട്ടണത്തിൻ്റെ അകത്ത് ജനങ്ങൾക്ക് എന്താണോ ആവശ്യം ആ ആവശ്യം നിറവേറ്റുന്ന ആളുകളെയാണ് ഞങ്ങളിവിടെ സ്ഥാനാർത്ഥിയാക്കിയിട്ടുള്ളത്. സ്ഥാനാർത്ഥികൾ നേരെ സ്ഥാനാർത്ഥിയല്ല കോൺഗ്രസിലെ ആൾക്കാർ ഈ BJPയിലോട്ടേക്ക് മാറിപ്പോകുന്നുണ്ട്. അയ്യൂരായിക്കോട്ടെ കഴിയുമ്പോൾ അടുത്തടുത്തായിട്ട് ഇപ്പം മറ്റേ BJP പത്ര സമയം നടത്തിയില്ല. നിലവിൽ ഇപ്പം 1, 2, 3 ആൾക്കാർ ഇപ്പം ഓൾറെഡി മാറി വന്ന് ഇനിയും വരാൻ ആൾക്കാരുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കോൺഗ്രസിന് ഇങ്ങനെ കുറേ ആൾക്കാർക്ക് ഒഴിഞ്ഞു പോകുന്നുള്ള വടകര മുനിസിപ്പാലിറ്റിയിൽ BJPയെ പ്രതിരോധിക്കുന്നത് UDFും RMPയാണ്. ഇപ്പോൾ BJPക്ക് വിജയസാധ്യതയുള്ള 1-ാം വാർഡ്, അതേപോലെ 36-ാം വാർഡ്, 35-ാം വാർഡ്, ഇവിടെയൊക്കെ 14-ാം വാർഡ്, ഇവിടെയൊക്കെ നേരിട്ടുള്ള മത്സരം UDF BJPയാണ്. ഈ സീറ്റുകളൊക്കെ 3-ാം സ്ഥാനത്ത് ആണ് LDF നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ വടകര മുനിസിപ്പാലിറ്റിയിൽ അങ്ങനെ ഒരു ആരോപണം ഉണ്ടാവില്ല. BJPയുടെ അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്ന തരത്തിലായിരിക്കും ഈ പ്രാവശ്യം UDFൻ്റെ പെർഫോമൻസ്. 25 സീറ്റാണ് നിലവിൽ ഒരു പറയുന്നത് പ്രാവശ്യം BJP വടകര സീറ്റ് വർദ്ധിപ്പിക്കേണ്ടി.
പ്രസ് ക്ലബ് സെക്രട്ടറി സജിത് വളയം സ്വാഗതം പറഞ്ഞു. പ്രസിഡന്റ് വി പി പ്രമോദ് അധ്യക്ഷനായി. ട്രഷറർ ഒ കെ വിനോദ് കുമാർ നന്ദി പറഞ്ഞു. Charitra Vivag Bridal Collections by Shobhika Weddings.